കഴിഞ്ഞ ദിവസമായിരുന്നു രേണുവിൻ്റെ ആദ്യ കീമോ. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ചികിത്സ. ഇപ്പോഴിത് ആദ്യ കീമോ അനുഭവം പുതിയ വ്ലോഗിലൂടെ പങ്കുവെക്കുകയാണ് രേണു. എന്തൊക്കെ വേദനയാണ് അനുഭവിക്കുന്നതെന്ന് അറിയില്ലെന്ന് രേണു പറഞ്ഞു. ക്യാൻസറിനെ പേടിയോ ഭയമോ ഇല്ലെന്നും തന്നെ സ്നേഹിക്കുന്നവരുടെ വേദനയാണ് തനിക്ക് സഹിക്കാൻ കഴിയാത്തതെന്നും താരം പറയുന്നു. ആദ്യ കീമോയ്ക്ക് ശേഷം കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് രേണു. എനിക്ക് നേരെ ഇരിക്കാൻ വയ്യ. ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഛർദ്ദിക്കും. മാത്രമല്ല തലകറക്കമുണ്ട്. കഴുത്തിൻ്റെ വശങ്ങളിൽ പൊട്ടിയിട്ടുണ്ട്. തൊണ്ടയും പൊട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാത്തത്. പിക് ലൈനിൽ ബ്ലീഡിംഗ് വന്നതിനാൽ ഞാൻ ആശുപത്രിയിൽ പോയി ക്ലീൻ ചെയ്ത് തിരികെ വന്നതാണ്. എൻ്റെ ആദ്യ കീമോയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. കീമോ എന്ന് കേട്ടിട്ടുള്ളതല്ലാതെ അനുഭവിച്ചിട്ടില്ല ഇതുവരെ. ഒരു പേടിയുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ക്യാൻസറിനെ എനിക്ക് ഭയമില്ല. പക്ഷേ ഈ അവസ്ഥ, വേദന, എൻ്റെ കുഞ്ഞ്, വീട്ടുകാർ, എനിക്ക് ചുറ്റുമുള്ള കുറച്ച് നല്ല മനുഷ്യർ, അവരുടെ വേദനയാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. എനിക്ക് ക്യാൻസറിനെ പേടിയോ ഭയമോ ഇല്ല. സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ടീഷൻ എനിക്കറിയില്ല. എത്രാമത്തെ സ്റ്റേജ് ആണെന്നും വലിയ ധാരണയില്ല. ചെറുതായി മാത്രമേ അറിയുള്ളൂ. സ്റ്റേജ് ഏതുമാകട്ടെ, ദൈവം വിടുവിക്കാൻ ശക്തനാണെങ്കിൽ ദൈവം വിടുവിച്ചേ പറ്റത്തുള്ളൂ. കീമോയ്ക്ക് മുമ്പ് തുടയിൽ എന്തോ ഒരു മരുന്ന് കുത്തിവെച്ചു. ആൻറ്റിബോഡി ആണെന്നാണ് പറഞ്ഞത്. അത് സാധാരണ ചെയ്യുന്നതാണോ എന്നും എനിക്കറിയില്ല. ലക്ഷങ്ങൾ വിലയുള്ള മരുന്നായിരുന്നു അത്. അത് കുത്തിയാൽ മാത്രമേ ശരിയാകൂ എന്നാണ് ഞാൻ അറിഞ്ഞത്. മെഡിക്കൽ ടേംസ് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ വെച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ആൻറ്റിബോഡി 17 കീമോ ചെയ്യുമ്പോഴും കുത്തിവെക്കണം. അങ്ങനെ ഒരു കണ്ടീഷനാണ് എൻ്റേത്. മയങ്ങാനുള്ള ഇഞ്ചക്ഷൻ തന്ന ശേഷമാണ് കീമോ തുടങ്ങിയത്. നഴ്സുമാരെയും ഡോക്ടർമാരെയും ദൈവതുല്യമായിട്ടാണ് ഞാനിപ്പോൾ കാണുന്നത്. അവരെ ഞാനിപ്പോൾ അടുത്തറിയുന്നു. കീമോയ്ക്ക് ശേഷം എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല. തളർന്നു പോവുകയാണ്. 2 മണിക്കൂർ ഇടവിട്ട് ഭക്ഷണം കഴിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. വീൽ ചെയറിലാണ് കാറിന് സമീപം വരെ എന്നെ കൊണ്ടുവന്നത്. വീട്ടിൽ വന്ന ശേഷവും തളർച്ചയായിരുന്നു. ഒപ്പം ശരീരമാസകലം വേദനയും. എനിക്കറിയില്ല എന്തൊക്കെ വേദനയാണ് അനുഭവിച്ചതെന്ന്. കീമോയ്ക്ക് ശേഷം ഇഞ്ചക്ഷൻ എടുക്കാനായി ആശുപത്രിയിൽ പോയി. അതെടുത്തതും ഞാൻ തല ഇറങ്ങി വീണു. ചേച്ചിയുടെ ദേഹത്തൊക്കെ ഛർദ്ദിക്കുകയും ചെയ്തു. ഗ്ലൂക്കോസ് കയറ്റി. എനിക്ക് രാത്രിയിൽ ഉറക്കമില്ല. വീട്ടുകാരെയും ഞാൻ ഉറക്കുന്നില്ല. അതാണ് എൻ്റെ സങ്കടം. വല്ലാതെ വേദന അനുഭവിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ക്യാൻസർ വാർഡിൽ ചെന്നാൽ മാത്രമേ എന്താണ് ക്യാൻസർ രോഗമെന്ന് നമുക്ക് മനസ്സിലാവൂ. ഞാനത് കഴിഞ്ഞ ദിവസം മനസ്സിലാക്കി. ആർക്കും ഈ രോഗം വരരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന. താൻ തിരിച്ചു വരുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും രേണു പറയുന്നു. കീമോ തുടങ്ങിയാൽ മുടി കൊഴിഞ്ഞു തുടങ്ങും. അതിനു മുമ്പായി രേണു കഴിഞ്ഞ ദിവസം മുടി മുഴുവൻ മുറിച്ചിരുന്നു. തനിക്ക് ക്യാൻസർ രോഗമാണെന്ന് അറിഞ്ഞിട്ടും കിച്ചു കാണാൻ വരാത്തതിലുള്ള സങ്കടവും രേണു വീഡിയോയിൽ പങ്കുവച്ചു.